വളരെ എളുപ്പത്തിൽ ആവിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. യാതൊരു കറിയും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം ഓയിൽ വേണേൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഉപ്പും അതോടൊപ്പം തന്നെ നല്ല തിളച്ച വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ചായിട്ട് ഞാൻ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. അങ്ങനെ വെട്ടിത്തിളക്കുന്ന വെള്ളമൊന്നും ആണെന്നില്ല, നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ലതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഇതാ ചൂട് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുകയാണ്. ചെറിയ ചൂടോട് കൂടി വേണം കുഴച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അധികം വലുതായിട്ടല്ല, ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്തെടുക്കുമ്പം ഇതിലേക്ക് മസാലയൊക്കെ എളുപ്പത്തിൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി തട്ടിലോ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാക്സിമം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചമുളകാണ്. പച്ചമുളക് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കാം. പച്ചമുളക് ഓപ്ഷണലാണ്. പച്ചമുളക് വേണ്ടാന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളിയുടെ 1/4 ഭാഗം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയും ഓപ്ഷണലാണ്. തക്കാളി ചേർക്കണം നിർബന്ധമില്ല. കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തക്കാളി ചേർക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചോളൂ. ഫ്ലെയിം നല്ലതുപോലെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മളിവിടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളി ചേർക്കേണ്ടതാണെങ്കിൽ തക്കാളി ചേർക്കാതിരിക്കാം. കാരണം നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഓൾറെഡി ചേർക്കുന്നുണ്ട്. അധികം പുളി വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. യാതൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.